വേറൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. നമ്മളെ പാസിംഗ് പെർസെൻറ്റേജ് 2006 മുതൽ 2009 വരെ ഒരു സ്പൈക്കിൽ പോയിട്ടുണ്ടല്ലോ. 52 എത്ര 96 എത്രയാണ് 97% 90% പോയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്? അതിനുശേഷം പിന്നെ ആ ഗ്രാഫ് താന്നിട്ടില്ല. ഇല്ല, ഒരു 2005 ഏകദേശം ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. ഓക്കെ, പിന്നെ 2006 ശേഷമാണ് ഈ ഒരു സ്പൈക്ക് തുടങ്ങുന്നത്. 65% ഒറ്റയടിക്ക് 90%, പിന്നെ മെല്ലെ അത് 99 ഇപ്പോൾ ഉള്ളത്. അതിന് കാരണം വളരെ സിമ്പിളാണ്. ഒന്ന്, നമ്മുടെ പരീക്ഷകൾ വളരെ സിമ്പിളാണ്. ഓക്കെ, പരീക്ഷകൾ വളരെ സിമ്പിളാക്കി. രണ്ട്, ഇത് SSLC-ൻ്റെതാണോ +2-ൻ്റെതാണോ? SSLC-ൻ്റെ. ഓക്കെ. മൂല്യനിർണ്ണയം വളരെ എന്താ പറയാ ലിബറലാക്കി. ഇപ്പോൾ എന്നോടിപ്പോൾ ഒരു അധ്യാപകൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പശു എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ പശുവിന് പകരം ഒരു കുട്ടി പൂച്ച നേടിയെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 മാർക്കിന് പകരം ആ കുട്ടിക്ക് 1/2 മാർക്ക് കൊടുക്കും. കാരണം രണ്ടിനും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി ഉള്ളതാണ്, ഞാൻ വെറുതെ പറഞ്ഞത്. എന്നോട് മൂല്യനിർണ്ണയിക്കാൻ ഒരു അധ്യാപകൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ മൂല്യനിർണ്ണയം ഒരു കാലത്ത്, ഇപ്പൊ അത് കുറച്ചുകൂടി സ്ട്രിക്റ്റർ ആക്കി എന്നൊക്കെ പല ആൾക്കാർ പറയുന്നത്, പക്ഷേ ഈ രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഒരുപാട് പ്രെഡിക്റ്റബിൾ ആയി. ഇപ്പോൾ കുട്ടികളൊക്കെ യൂട്യൂബിൽ നോക്കിയാണ് പഠിക്കുന്നത്. യൂട്യൂബിൽ തലേ ദിവസം ക്ലാസ് കണ്ടാൽ മതി. അപ്പോൾ ക്ലാസ് കാണുമ്പോൾ യൂട്യൂബ് ചാനലിലെ ആളുകൾ പറയും ഇതാണ് വരിക, ഈ ക്വസ്റ്റ്യൻസേ വരുള്ളൂ എന്ന് പറയും. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടിരുന്നത് വളരെ പ്രെഡിക്റ്റബിൾ ആണ്. കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചെറിയൊരു ട്വിസ്റ്റിലോ വ്യത്യാസത്തിലോ അല്ലെങ്കിൽ അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ വർഷം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ബേസിക്കലി ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ പാസ് പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. അതിന് ഞാൻ മനസ്സിലാക്കിയത്, മീൻസ് ഞാനൊരു 7-8 വർഷം മുന്നേ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോയ ആളാണ്. ആ ടൈമിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല. ഇങ്ങനത്തെ ഇഷ്യൂസിനെ സജീവ് ചെറിയാൻ തന്നെ പറഞ്ഞല്ലോ, നമ്മളെ പല കുട്ടികൾക്കും വായിക്കാൻ അറിയാം. അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കണക്ക് ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ പ്രഥമ എന്ന് പറയുന്ന ഒരു NGO ഉണ്ട്, അവർ നടത്തിയ അവർ ഓരോ 2 വർഷം ഏസർ എന്ന് പറഞ്ഞ റിപ്പോർട്ട് അവർ പുറപ്പെടുവിക്കും. അപ്പോൾ അതിൽ അവർ ഇപ്രാവശ്യം 2022 റിപ്പോർട്ടിൽ അവർ പറഞ്ഞ കാര്യം, കേരളത്തിലെ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് 40% ആൾക്കാർക്ക് 2 നമ്പർ എടുത്താൽ ഹരിക്കാൻ അറിയുള്ളൂ. 2 നമ്പർ എടുത്താൽ ഹരിക്കാൻ അറിയുന്ന 40% കുട്ടികളെ കേരളത്തിലുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഷോക്കിംഗ്. ഞാൻ അവരോട് ചോദിച്ചേ, അതെ ഞാൻ ആ സ്റ്റുഡൻറ്റിനോട് ചോദിച്ചു, അപ്പോൾ നിങ്ങളിപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ മൊബൈൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വായിക്കാൻ അറിയണമല്ലോ, എന്നാലല്ലോ അത് യൂസ് ചെയ്യുന്നതിന് മീനിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ പറയും അത് ഞങ്ങൾ ലോഗോസ് നോക്കിയിട്ടാണ് ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. അതെ, അപ്പം എനിക്ക് ഭയങ്കര അത് സ്ട്രൈക്കിംഗ് ആയിട്ട് അന്ന് തോന്നി. അപ്പോൾ അത്രക്കും ബാക്കിലാണ് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം. പാസ്സായി പോകുന്നുണ്ട്, പെർസെൻറ്റേജ് വൈസിൽ ടോപ്പിലാണ്, പക്ഷേ അതിനുള്ള ക്വാളിറ്റി ഇല്ല. അതെ, അപ്പോൾ ആ ഒരു ക്വാളിറ്റി കുറവാണ്. നമ്മൾ ഹയർ എഡ്യൂക്കേഷനിലൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾക്ക് വളരെ വിസിബിൾ ആവുന്ന ഒരു കാര്യം. പിന്നെ നമ്മൾ നേരത്തെ 2 ക്വസ്റ്റ്യൻ വന്നു, ജോർജിന്റെ ശേഷം പിന്നെ ബൈജൂസിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലോ. ബൈജൂസിനെ കുറിച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വൈ ബൈജൂസ് ഫെയിൽഡ്? വൈ ബൈജൂസ് ഫെയിൽ ആയോ എന്നിപ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല. ബൈജൂസ് പറയാൻ പറ്റൂല. ഡിക്ലൈനിലേക്ക് പോയത് എന്താ കാരണം? ഡിക്ലൈനിലോട്ട് പോയി. ഐ ഹോപ്പ് ദാറ്റ് ബൈജൂസ് വോണ്ട് ഫെയിൽ. എൻ്റെ ഒരു വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു ഹോപ്പും പ്രയറുമാണ് ബൈജൂസ് ഫെയിൽ. കാരണം ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന് ഫെയിൽ ആവരുത് എന്നുള്ളത് എൻ്റെ ഒരു ഹോപ്പാണ്, എൻ്റെ ഒരു പ്രതീക്ഷ. ബൈജൂസ് ഫെയിൽ ആവരുത്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രാർത്ഥന എന്താണ്, ബൈജൂസ് ഫെയിൽ ആവരുത് എന്നാണ്. കാരണം ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിന്റെ ഒരു പോസ്റ്റർ ബോയ് കൂടിയാണ് ആക്ച്വലി ബൈജൂസ് എന്നുള്ളത്, എഡ്യൂക്കേഷൻ സെക്ടറിൽ മാത്രമല്ല മൊത്തത്തിൽ. അപ്പോൾ അവിടെ ബൈജൂസ് ഫെയിൽ ആയാൽ നമ്മുടെ മൊത്തം എക്കോസിസ്റ്റത്തിന് അത് വലിയൊരു ഇമ്പാക്ട് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ഓൾറെഡി ബൈജൂസിന്റെ ഡിക്ലൈനിൽ ഒരു ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ട്. ഫണ്ടിങ് വളരെ ചെയ്തിട്ടുണ്ട്, ഡ്രൈ ആയിട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് സ്റ്റാർട്ടപ്സിന് ഫണ്ടിങ് വളരെ ഡ്രൈ ആയിട്ടുണ്ട്. അതെ. അപ്പോൾ ബൈജൂസിന് സംഭവിച്ചത് ദർ ആർ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ഒന്നാമത്തെ ഫാക്ടർ എന്നുള്ളത് വളരെ ഇൻഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലോട്ട് ബൈജൂസ് പോയി എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും വന്ന പ്രശ്നങ്ങൾ, ബൈജൂസ് ഒരുപാട് അക്യൂസിഷൻസ് നടത്തി. There are good acquisitions and bad acquisitions. അപ്പോൾ ആകാശിനെ അക്വയർ ചെയ്തു. ദാറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. കാരണം ആകാശ് എന്നുള്ളത് അത്രയും ക്യാഷ് ഫ്ലോ ഉള്ള അത്രയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഗ്രേറ്റ് ലേണിംഗിന് അക്വയർ ചെയ്തു.
പിന്നെ വൈറ്റ് ഹാറ്റ് ജൂനിയർ ഡിസാസ്റ്റർ. വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്നുള്ളത് വാസ് എ കൈൻഡ് ഓഫ് എ ഫ്രോഡ് കമ്പനി. കാരണം അവര് ബേസിക്കലി ഓൾറെഡി ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കോഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ മേലെ വന്നിട്ട് എന്ത് ചെയ്തു, അവര് ചില സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ട് അവർ ക്വാളിറ്റിലെസ് ടീച്ചേഴ്സിനെ, ജാവയും ജാവാസ്ക്രിപ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്ത ടീച്ചേഴ്സിനെ കൊണ്ടുവന്ന് അവർ കുറെ പുഷ് ബട്ടൺസ് കുട്ടികളെ പഠിപ്പിച്ചു. കോഡിങ് കുട്ടികൾ മാത്രമല്ല വളരെ അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലോട്ട് വൈറ്റ് ഹാറ്റ് ജൂനിയർ പോയി. അതായത് +1 കുട്ടി, അല്ല 11ാം വയസ്സുള്ള കുട്ടി ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നാസയിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് അവരെ ആക്ച്വലി മാർക്കറ്റ് ചെയ്തത്. ഒരു ഫോമോ ഭയങ്കരമായിട്ടുള്ള ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ക്രിയേറ്റ് ചെയ്തു. ആളുകളെ കോവിഡ് സമയത്ത് പിടിച്ചു എന്നുള്ളതാണ് അവർ ചെയ്തത്. ഈ വൈറ്റ് ഹാറ്റ് ജൂനിയറിലൂടെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാന്നുള്ളതാണ് ആര് കണ്ടത്, ബൈജൂസ് കണ്ടത്. പക്ഷേ ആക്ച്വലി വൈറ്റ് ഹാറ്റ് ജൂനിയറിന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അതൊരിക്കലും ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു മോഡൽ അല്ലായിരുന്നു. അപ്പോൾ വൈറ്റ് ഹാറ്റ് ജൂനിയർ ഓൾമോസ്റ്റ് അവർ ഷട്ട് ഡൗൺ ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് കാര്യമായി നല്ലൊരു പ്രൊഡക്റ്റ് പോലും അവർക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഡിസ്നിയുമായിട്ട് ഒരു പാർട്ണർഷിപ്പിൽ, ബൈജൂസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഡിസ്നിയുമായിട്ട് ഒരു പാർട്ണർഷിപ്പിൽ എത്തുക എന്നുള്ളത്. കാരണം ഒരു KG അതേപോലെ KG ക്ലാസ്സിൽ ഡിസ്നി ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഒരുപാട് സംഭവങ്ങൾ അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമെന്നുള്ള നിലക്കാണ് അവർ ആ പാർട്ണർഷിപ്പിൽ എത്തിയത്. അവിടെയും അവർക്ക് ഒരുപാട് ഡിലേ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിസ്നി പോലത്തെ ഇറ്റ്സ് എ കമ്പനി വിത്ത് ഹൈ പെഡിഗ്രി, ഒരു 100 വർഷത്തെ ലെഗസി ഉള്ള ഒരു കമ്പനിയാണ്. അവരുടെ ഒരു ഫോർ എക്സാമ്പിൾ അവരുടെ അലാദീൻ എന്നുള്ളൊരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഡൊണാൾഡ് ഡക്ക് എന്നുള്ള ക്യാരക്ടറിനെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ അവർ അനുവദിക്കൂല. അതിനെന്ത് വേണം, കൃത്യമായിട്ടുള്ള സ്റ്റോറി ലൈൻസ് മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതൊരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലോട്ട് കൊണ്ടുവരാൻ ബൈജൂസ് നന്നായിട്ട് പണിപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഒരുപാട് ഡിലേസ് കൊണ്ടുവന്നു. ഇപ്പോഴും അവർ അതിലെന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു അക്വിസിഷൻ പാർട്ണർഷിപ്സിൽ അവർക്ക് വലിയൊരു ഒരു പ്രശ്നം എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് ആക്ച്വലി പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അൾട്ടിമേറ്റ്ലി വാട്ട് മാറ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ സ്റ്റുഡൻറ് എക്സ്പീരിയൻസ്. സ്റ്റുഡൻസിന് നമ്മൾ എന്ത് എക്സ്പീരിയൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പം ഇതിൽ പലപ്പോഴും ബൈജൂസിനെ കുറിച്ചുള്ള പരാതി എന്നുള്ളത് സാധനം സെല് ചെയ്തതിനു ശേഷം പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ പോരാ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യം. അത് നമുക്കൊക്കെ വലിയ ലേണിംഗ് ആണ്. കാരണം നമ്മൾ സംഭവം വിറ്റാൽ മാത്രം പോരാ, അവർക്ക് അതിനുള്ള സർവീസസ് കൊടുക്കുക എന്നുള്ളത് വലിയൊരു. അപ്പോൾ അതുപോലെ തന്നെ EMI ടേംസ്, ക്ലിയർ അല്ലാത്ത EMI ടേംസ് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യുക എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ബൈജൂസിന്റെ ഒരു ക്രെഡിബിലിറ്റിയെ നന്നായിട്ട് ബാധിച്ച ഒരു വിഷയമാണ്. ഓക്കെ, അപ്പോൾ ഇതും എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ച്വലി ബൈജൂസിനെ വളരെ നെഗറ്റീവായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതും ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പല കാരണങ്ങളാൽ, അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ അല്ലെങ്കിൽ ഒരു റോങ് ആയിട്ടുള്ള ഒരു അക്വിഷൻസ് ട്രീയിൽ പോയിട്ട് റോങ് ആയിട്ടുള്ള അക്വിഷൻസിലോട്ട് എത്തിപ്പെട്ട് മുതൽ സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്തില്ല എന്നുള്ളത് വരെ അവരെ ബാധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അവർ മെയിൻ ഗ്രോത്ത് ഫോക്കസ്ഡ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെ എന്ത് മോഡിലാണെങ്കിലും ഗ്രോത്ത് ആണ് മെയിൻ ഫോക്കസ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തതിനെ കൊണ്ടാവോ ഇങ്ങനെ ഒരു വാല്യുവേഷൻ മോഡ് ഗ്രോത്തിലോട്ട്, ഇങ്ങനെ വാല്യുവേഷൻ ബിൽഡ് ചെയ്യുന്നൊരു മോഡലോട്ട് പോയി 22 ബില്യൺ വാല്യുവേഷൻ വരെ എത്തി, വിച്ച് ഇസ് ക്വൈറ്റ് ഹ്യൂജ്. അവിടുന്ന് ഒറ്റടിക്ക് സ്ലാഷ് ചെയ്ത് അവരെ 1 ബില്യണിലോട്ട് താഴോട്ട് ഇപ്പോൾ ബ്ലാക്ക് റോക്ക് അടക്കമുള്ള കൊണ്ടുവന്നു. സോ that was a major problem. പിന്നെ ഞാൻ വേറൊന്നും മനസ്സിലാക്കിയത്, നമ്മളെ അറ്റ് ദ മൂവ്മെന്റുള്ള ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലുള്ള അധികം ഫൗണ്ടേഴ്സും IIT എന്നാണ് മനസ്സിലാക്കിയെടുത്തോളം. അതിന് എന്തെങ്കിലും കാരണമുണ്ടോ? നിങ്ങളിപ്പോൾ മദ്രാസ് IIT എന്നും അതേമാതിരി ഫേമസ് ആയത് ഏതെങ്കിലും എന്റർപ്രണർ ഉണ്ടോ? ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പൊതുവെ IIT ഡൽഹി എന്നാണ് പറയപ്പെടാറുള്ളത്. ഇപ്പോൾ IIT മദ്രാസിലടക്കം നമ്മളെ ക്ലാസ്മേറ്റ്സ് അടക്കം ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ കോ ഫൗണ്ടേഴ്സും അവിടുന്നാണ് ഫസ്റ്റ് വരുന്നത്. അത് അവരത്രക്കും സക്സസ്ഫുൾ ആയതിന്റെ ശേഷം അവരെ ജൂനിയേഴ്സും ഇത് കണ്ടിട്ട് ഇതിലേക്ക് കൂടുതൽ വരാൻ തുടങ്ങി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. യെസ്, ഫ്ലിപ്കാർട്ട് ഒരു സക്സസ് സ്റ്റോറി. പക്ഷേ ഫ്ലിപ്കാർട്ട് മാത്രമല്ല, ലൈക്ക് കാലങ്ങളായിട്ട് IITs ഒരുപാട് ഫൗണ്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഒരു വരുന്നുണ്ട്. നിങ്ങൾ ഇൻഫോസിസ്, ക്രിസ്കോ ബാലകൃഷ്ണ പോലത്തെ ആൾക്കാരെ നിങ്ങൾ എടുത്ത് നോക്കുക, ലൈക്ക് ദേ ആർ ഫ്രം IIT ബാക്ക്ഗ്രൗണ്ട്, റൈറ്റ്? അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ IITs എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളൊരു എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ടല്ല നമ്മൾ IITs കാണേണ്ടത് എന്നുള്ളതാണ്. ഞാൻ കുറച്ച് IITians പേര് പറയാം. ഓക്കെ, രഘുറാം രാജൻ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു. ഹീസ് എൻ എക്കണോമിസ്റ്റ്, റൈറ്റ്? ബട്ട് ഹീസ് IIT ഡൽഹി ഗ്രാജുവേറ്റ്. ഓക്കെ, അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ചീഫ് മിനിസ്റ്റർ ആണ്, അറിയപ്പെടുന്ന പൊളിറ്റീഷ്യനാണ്. ബിഫോർ ദാറ്റ് ഹി വാസ് എൻ IRS ഓഫീസർ.
IIT ഗ്രാജുവേറ്റ് ആണ്. പിന്നെ ഒലയുടെ ഫൗണ്ടർ ഭവീഷ് അഗർവാൾ IIT ഗ്രാജുവേറ്റ് ആണ്. സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെ CEO IIT ഗ്രാജുവേറ്റ് ആണ്. പിന്നെ ചേതൻ ഭഗത് സ്ക്രീൻ പ്ലേ റൈറ്റർ ആണ്, 2 സ്റ്റേറ്റ് അതേപോലെ 3 ഡേയ്സ് പോലത്തെ സിനിമകൾ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം IIT IIM ഗ്രാജുവേറ്റ് ആണ്. റൈറ്റ്. അപ്പോൾ നമ്മളിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ സ്പെക്ട്രം ഓഫ് പീപ്പിൾ. പല ഏരിയകളിൽ എക്സൽ ചെയ്തിട്ടുള്ള ആൾക്കാരെ നമുക്ക് ബേസിക്കലി IIT നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും IIT പോകുന്നത് നല്ലൊരു എഞ്ചിനീയർ ആവാൻ വേണ്ടി മാത്രമല്ല, അവിടെ കിട്ടുന്നൊരു എക്സ്പോഷർ ഉണ്ട് നമുക്ക്. പല ഇപ്പോൾ IIT നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, 17 ലക്ഷം ആൾക്കാർ എഴുതുന്ന പരീക്ഷയിൽ വേൾഡിലെ 1 ഓഫ് ദ ടഫസ്റ്റ് എക്സാം എഴുതി അതിലൊരു ടോപ്പ് 5000 10,000 വരുന്ന ഇന്ത്യയിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള മൈൻഡ്സ് വരുന്ന ഒരു സ്ഥലമാണ് IIT എന്നുള്ളത്. അവരുടെ കൂടെ ഇരിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയൊരു പ്രിവിലേജാണ്. പിന്നെ അവിടെ പഠിക്കുന്ന പ്രൊഫസേഴ്സൊക്കെ IIT പോയി പഠിച്ചതിന് ശേഷം അവർ MIT-ലോ ഹാർവാർഡിലോ അല്ലെങ്കിൽ UC ബെർക്ലിയിലൊക്കെ പോയിട്ട് ഡിഗ്രീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് PG ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് PhD കഴിഞ്ഞ് റിസർച്ച് ചെയ്ത് വന്ന ആൾക്കാർ. ഓക്കെ. പിന്നെ അവിടെ നിന്ന് വരുന്ന ഒരു അലുമിനൈ നെറ്റ്വർക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സിവിൽ സർവീസിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രാജു നാരായണസ്വാമി, കേരളത്തിലെ സിവിൽ സർവീസ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് 1ാം റാങ്ക് വാങ്ങിയ ആളാണ് രാജു നാരായണസ്വാമി. രാജു നാരായണസ്വാമി IIT മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്. ഓക്കെ. IIT എക്സാമിൽ ടോപ്പ് 10 റാങ്കിൽ വന്നിട്ടുള്ള അപൂർവ മലയാളികളിൽ ഒരാളാണ് രാജു നാരായണസ്വാമി. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, അപ്പോൾ അവർക്ക് നല്ലൊരു അലുമിനൈ നെറ്റ്വർക്ക് ഉണ്ട്, നല്ലൊരു കുട്ടികളുടെ നെറ്റ്വർക്ക് ഉണ്ട്, നല്ലൊരു പ്രൊഫസേഴ്സ്, ഒരുപാട് പ്രൊഫസേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ തുടങ്ങിയ കമ്പനീസ് ഉണ്ട്. ഈ ഐഡിയാസിന്റെ എക്സ്ചേഞ്ച് നിരന്തരം നടക്കണം. ഇനി ഒരാൾക്കൊരു പ്രൊഡക്റ്റ് ഒരാൾക്ക് IIT-ൽ ഡെവലപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുക, ദേ പ്രൊവൈഡ് ദ എക്കോസിസ്റ്റം ഫോർ ദാറ്റ്. അവിടെ സെന്റർ ഫോർ ഇന്നോവേഷൻ എന്ന് പറഞ്ഞൊരു ഹബ്ബ് IIT മദ്രാസ് ഉണ്ട്. നിങ്ങൾ ക്ലാസ് ടൈം പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊജക്റ്റിൽ അവിടെ വർക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള IIT മദ്രാസിനോട് ചേർന്ന ഒരു IIT മദ്രാസ് റിസർച്ച് പാർക്ക് ഉണ്ട്, അവിടെ കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു എക്കോസിസ്റ്റമാണ് ആക്ച്വലി IITs എന്നുള്ളത്. അതായത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് മേഖലയിൽ പോകണം എന്നുണ്ടെങ്കിലും അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് ആക്ച്വലി IITs ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എൻ എഞ്ചിനീയറിംഗ് കോളേജ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ IIT പോകണം എന്നുള്ളത് ഒരിക്കലും നല്ലൊരു എഞ്ചിനീയർ ആകാൻ വേണ്ടി മാത്രമല്ല. ആക്ച്വലി നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് ഏത് മേഖലയിൽ എത്തിപ്പെടണം എന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഗുഡ് ടു ഗോ ടു IITs ഓർ എനി അതർ കോളേജസ് ലൈക്ക് ദാറ്റ്. അല്ല, ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നു, എഡ്യൂക്കേഷൻ റിലേറ്റഡ് തന്നെയാണ് ആ പോഡ്കാസ്റ്റ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അതിൽ അവർ പറഞ്ഞിരുന്നു നമ്മൾ സ്കൂൾസിൽ എങ്ങനെ നമുക്ക് എൻട്രപ്രണേഴ്സിനെ വളർത്തിക്കൊണ്ടിരാന്ന്. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഏകദേശം വ്യക്തമായത്. IIT-ൽ അവരൊരു ആ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത മാതിരി നമ്മളെ സ്കൂൾസിലോ അല്ലെങ്കിൽ എല്ലാ കോളേജസിലും ഇങ്ങനത്തെ ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ നാട്ടിലുള്ള എൻട്രപ്രണേഴ്സിനെ കൂടുതൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും. ഇപ്പോൾ പക്ഷേ ആ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. കാരണം ആ എക്കോസിസ്റ്റത്തിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ മണി എന്നതിനേക്കാളും അല്ലെങ്കിൽ നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതിനേക്കാളും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് നമുക്ക് റൈറ്റ് അഡ്വൈസസ് കിട്ടുന്നുണ്ടോ, അതിന് പറ്റിയ റൈറ്റ് മെന്റേഴ്സ് ഉണ്ടോ. ഇപ്പോൾ IIT-ൽ ഇപ്പോൾ ഞാൻ IIT പഠിച്ച ഒരാളാണെന്ന് പറഞ്ഞിട്ട് മേ ബി ഈ IITian ഫൗണ്ടേഴ്സിന് ആരെങ്കിലും എനിക്ക് ജസ്റ്റ് ഒരു മെയിൽ അയച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ റിപ്ലൈ ചെയ്യും. കാരണം ഞാൻ അവരൊരു ജൂനിയറാണ് അല്ലേ. അപ്പോൾ ഇതേപോലെ വി ക്യാൻ ഹാവ് കൺസിഡറേഷൻ ചെയ്യും, ഒരു കൺസിഡർ ചെയ്യാൻ. കാരണം അവിടെ പഠിച്ച ഒരാൾ നമുക്ക് മേ ബി കൺസിഡർ ചെയ്യാൻ സാധ്യത ഇന്ത്യൻ റിക്വസ്റ്റ് അയച്ചാൽ റൈറ്റ്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കോമൺലി കണക്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ആക്ച്വലി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് റൈറ്റ്. അപ്പം അത്തരത്തിലുള്ള ഒരു കുറച്ചും കൂടി ഒരു ഓൺടർപ്രണേഴ്സിന്റെ ഒരു പൂള് നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചു പോയ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റണം. അതെ കോളേജുകൾക്ക് അത് വളരെ വർഷങ്ങളെടുത്ത് ഉണ്ടായി വരണം എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. ഒറ്റയടിക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒരു സംഭവം അല്ലല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ടാണ് IITs 1950s-ലും 60s-ലും ജവഹർലാൽ നെഹ്റുവിന്റെ വിഷനാണ് ആക്ച്വലി IITs എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഷൻ ഇന്നും പ്രസക്തമാവുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. അതെ. പക്ഷെ പണ്ട് ഇപ്പം IIT-ൽ പഠിച്ച ആൾക്കാർ പുറമേ US യൂറോപ്പിൽ പോയിട്ടാണ് വർക്ക് ചെയ്തത്. പക്ഷേ ഇപ്പം നമ്മളെ ഇന്ത്യയിലത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം അത്രക്കും വളർന്നു പോയതിനെ കൊണ്ടും അത്രക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വരുന്നതിനെ കൊണ്ടുമാണ് IIT-ന്നും കൂടുതൽ ഒന്നുകൂടി ഈ എൻട്രപ്രണർഷിപ്പിലേക്ക് ആൾക്കാർ വരുന്നത് എന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്. ഇത് വളർത്തുന്നതിലും എന്തുണ്ട്, ഇത്തരം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ച ആളുകൾക്ക് എന്തുണ്ട്, വലിയൊരു പങ്കുണ്ട്. IITs വലിയൊരു പങ്കുണ്ട്. അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ആക്ച്വലി വളർത്തി ഉണ്ടാക്കുന്നിടത്ത് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഒരു സബ്ജക്റ്റ് എഫക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളത് പറഞ്ഞല്ലോ. ആ പഠിച്ച സബ്ജക്റ്റ് എങ്ങനെ എഫക്റ്റീവായിട്ട് ഓർത്ത് വെക്കാം. കാരണം നമ്മളൊരു 7 years 8 years മുമ്പ് വേണം പ്രിപ്പറേഷൻ തുടങ്ങാൻ.
അപ്പൊ പണ്ട് പഠിച്ച കാര്യങ്ങൾ കുറെ മറന്നു പോകാൻ ചാൻസസ് ഉണ്ടല്ലോ. അല്ല, അത് ചിലപ്പോ 2 ദിവസം മുന്നേ പഠിച്ചത് മറക്കാൻ ചാൻസസ് ഉണ്ടല്ലോ. നമ്മൾ പഠിച്ചത് അപ്പൊ ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെ അതെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ പഠിച്ചപ്പോൾ 8ന്റെ ബാക്കിയാണ് 9 പഠിക്കുന്നത്, 9 ബാക്കിയാണ് 10 പഠിക്കുന്നത്. നമ്മളിപ്പോൾ 1ാം ക്ലാസ്സിലെ ആൽഫബറ്റ്സോ സാധനങ്ങളും നമ്മളിപ്പോഴും മറന്നു പോകുന്നില്ലല്ലോ, അല്ലെങ്കിൽ അഡീഷണൽ സബ്സ്ട്രാക്ഷൻ നമ്മൾ മറന്നു പോകുന്നില്ല. എന്താ കാരണം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് കാര്യം. നമ്മൾ റിപ്പീറ്റഡ്ലി നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമ്മൾ എത്രത്തോളം റിപ്പീറ്റഡ്ലി നമ്മൾ കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഓർമ്മ ഉണ്ടാവും. ആ റിവിഷൻ എന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ റിവിഷൻ എന്നുള്ളത് നെസറലി ബുക്ക് എടുത്ത് വായിക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുക എന്നുള്ളത് മാത്രമൊന്നും ആയിക്കൊള്ളുന്നില്ല. റിവിഷൻ എന്നുള്ളത് എന്താവാം, നമ്മൾ ഇപ്പോൾ ഒരു നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുന്നു, നമുക്ക് എന്തൊക്കെ ഓർമ്മ ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെ? അല്ലെങ്കിൽ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്നു. ഇങ്ങനെ പല രീതിയിലാവാം. ഓക്കെ, പല രീതിയിൽ റിവൈസ് ചെയ്യാനുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിലോട്ട് പോകുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാത്രമുള്ള നിവർത്തി. കാരണം ഹ്യൂമൻസ് വിൽ ഫോർഗെറ്റ്. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. നമ്മുടെ ബ്രെയിൻ ഒരു കാര്യത്തിന് ടച്ച് അല്ലെങ്കിൽ മറക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ ടച്ച് ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനത്തെ സ്റ്റുഡൻസ് ആണ് ഇത്തരം എക്സാംസ് ഒക്കെ ക്വാളിഫൈ ചെയ്ത് ഏറ്റവും ടോപ്പിൽ വരികയും ചെയ്യും. അതിനുള്ള അവന്യൂസ് ആണ് മറന്നു പോകാതെ റിവൈസ് പല രീതിയിൽ റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒളിമ്പ്യാഡ് എക്സാംസ് ഉണ്ട്. ഇപ്പോൾ ഒളിമ്പ്യാഡ് എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ USS എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഡിഫറെൻറ്റ് അവന്യൂസ് നമ്മൾ നിരന്തരം പേഴ്സ്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിക്കാതെ ഇത്തരം ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി കൂടി നമ്മൾ പഠിക്കുക, റൈറ്റ്? അപ്പോൾ അതിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് ബോറടിക്കാതെ ഒരു എയിം, കാരണം ലക്ഷ്യം വേണമല്ലോ. നമ്മളൊരു 5 വർഷത്തിനൊക്കെ IIT പോകാന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ട് ചിലപ്പോൾ ആ ഒരു മോട്ടിവേഷൻ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അടുത്ത വർഷം എഴുതേണ്ട ഒരു ഒളിമ്പ്യാഡിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ ആ ഒരു ലക്ഷ്യങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക, ഷോർട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ലോങ് ടേം ഗോൾസിലോട്ട് ജനറലി എത്തിപ്പെടുന്നത്. പിന്നെ വേറൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ട ചില ടീച്ചേഴ്സ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന ബുക്ക് മാത്രമല്ല, നോട്ട്ബുക്ക് മാത്രം പഠിച്ചാൽ നിങ്ങൾ പാസ്സാവുന്നില്ല. അതെന്താ? അത് യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ മൂല്യനിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷകൾ പ്രഡിക്റ്റബിൾ ആണ്. ടീച്ചേഴ്സിനെ അറിയാം എന്ത് ചോദിക്കും എന്നുള്ളത്, അതേ അവർ പഠിപ്പിക്കുള്ളൂ. ആ എഫേർട്ട് ക്വസ്റ്റ്യൻ ഇടാൻ പോക്കും. അപ്പോൾ മിനിമലിസം എന്നുള്ളത് ആണ് നമ്മുടെ ഒരു മുഖമുദ്ര. എങ്ങനെ മിനിമലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ. എഡ്യൂക്കേഷൻ ഒരിക്കലും മിനിമലിസം വർക്കാവില്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ടീച്ചർമാർ പറയുന്നത് അവർക്കും എഫേർട്ട് കുറവാണ്, അവർക്കും എന്താ അവരാവശ്യം എന്താ, ആ +2 കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടണം, സ്റ്റുഡന്റ് പാസ്സാവണം, നല്ല മാർക്ക്, കുറെ കാര്യങ്ങൾ ആവശ്യമില്ല പഠിക്കണ്ട, ആ പരീക്ഷയ്ക്ക് ആവശ്യമില്ല. ട്യൂഷൻ സെന്റർ നടത്തുന്ന ആളാണെങ്കിൽ അടുത്ത ഫ്ലെക്സ് വരുമ്പോൾ 100% വിജയം അത്രയുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടി IIT പോകേണ്ട എയിംസ് പോകുന്നുള്ള ഇറ്റ് ഡസന്റ് മാറ്റർ. കാരണം അത്രയൊരു ബോധം ഭൂരിഭാഗം ടീച്ചേഴ്സിന് വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു ചിന്ത ഭൂരിഭാഗം ടീച്ചേഴ്സിനും ഇല്ല. ഉള്ള ആൾക്കാരുണ്ട്, വളരെ കുറച്ചുണ്ട്, ഭൂരിഭാഗം ആൾക്കാർക്കും ഇല്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നോട്ട് എഴുതി കൊടുക്കുന്നു, അല്ലെങ്കിൽ നോട്ട് എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുന്നു, അത് മതി കുട്ടിക്ക് പാസ്സാവാൻ. പിന്നെ അവർ എക്സ്ട്രാ എഫേർട്ട് ഇടണം. വാട്ട് ഈസ് ദ ഇൻസെന്റീവ് ടു പുട്ട് എക്സ്ട്രാ എഫേർട്ട്? അതുകൊണ്ടല്ലോ ചോദ്യം. അപ്പോൾ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ നിങ്ങൾ കണ്ട ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണ് അറ്റ് കറന്റ് സിറ്റുവേഷനിലുള്ള? ഞാൻ ഈ പറഞ്ഞ മിനിമലിസ്റ്റ് ആണ്. എങ്ങനെ മിനിമലിസ്റ്റിക് ആയി പാസ്സാവാം, എങ്ങനെ പെട്ടെന്ന് പാസ്സാവാം, എങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് ഉള്ള മാർക്ക് കിട്ടാം, ജസ്റ്റ് പാസ്സാവാം. അതെ, ഇവിടെ A+ കിട്ടണമെങ്കിൽ തന്നെ എങ്ങനെ ഏറ്റവും മിനിമലിസ്റ്റിക് ആയി പഠിക്കാം, ഈ ചിന്തയിലാണ് നമ്മുടെ മൊത്തം സിസ്റ്റം എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. രണ്ടാമത്തെ പ്രശ്നം ആളുകളുടെ അവയർനെസ്സിന്റെ കുറവാണ്. ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ആളുകൾ അവെയർ അല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെ IITs ഉണ്ട്, NITs ഉണ്ട്, അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അല്ലെങ്കിൽ മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എയിംസ് ഉണ്ട്. എയിംസിന് ഒരു വർഷത്തെ മെഡിസിനുള്ള ഫീസ് എന്നുള്ളത് 1200 രൂപയാണ് ഒരു വർഷത്തെ ഫീസ്. എയിംസിന് ഒക്കെ 6000 രൂപക്ക് ഒരാൾക്ക് ഡോക്ടർ ആവാൻ പറ്റും. പക്ഷെ ആളുകൾക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ 40 ലക്ഷത്തിന് 50 ലക്ഷത്തിന് ഡോക്ടർ ആവുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ GCC ഇരുന്നാണ് ചെയ്യുന്നത്. GCCയിലെ സ്റ്റുഡൻസിന് ഇവിടെ NITകളിലും IIITകളിലും സ്പെഷ്യൽ കോട്ട് ഉണ്ട്, ദാസ എന്ന് പറഞ്ഞ സ്കീമുണ്ട്. 20% 15% അവർക്ക് സൂപ്പർ ന്യൂമറി സീറ്റ്സ് ഉണ്ട്. ചെറിയ ഫീസ് ഹൈക്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് JEE പരീക്ഷയ്ക്ക് എഴുതിയിട്ട് അവർക്ക് കേരളത്തിൽ വന്നിട്ട് ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ കിട്ടും. ഒരു പ്രൈവറ്റ് കോളേജിൽ വലിയ ലോൺ എടുത്ത് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ആളുകൾക്ക് അറിയില്ല ഇതെങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് അറിയില്ല. സോ ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദർ ഇസ് ലിറ്ററലി സീറോ അവയർനെസ്. ഇതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട. റീസെന്റ്
IIT അബുദാബിയിലൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ ന്യൂസ് ഉണ്ടോ കുറച്ച് ഡൽഹി അബുദാബിയിൽ ഒരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ വർഷം. അതിലോട്ടുള്ള എക്സാം നടത്തും. അപ്പൊ അതിലേക്ക് ഇൻടേക്ക് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് JEE വഴിയല്ല, അവിടെ അവർ സ്പെഷ്യൽ എക്സാം നടത്തുന്നുണ്ട്. ഈ മാസം അവരൊരു സ്പെഷ്യൽ എക്സാം UAE വെച്ച് നടത്തുന്നുണ്ട്. അതിനുമുമ്പ് UAE-ലെ MSAT എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, എമിറേറ്റ് സാറ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, ഞാൻ വായിച്ചതാണ്. ഈ എമിറേറ്റ് സാറ്റ് എന്നുള്ളത് UAE-ലെ എമിറേറ്റ്സ് നടത്തുന്ന എക്സാം ആണ് തോന്നുന്നുണ്ട്. അത് എഴുതി അത് ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പരീക്ഷ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്നും എഴുതാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തൊന്നും അറിയില്ല, അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് മിസ്സായി, അതാണ് പ്രശ്നം. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഫിസിക്സ് വാലിൻ്റെ ഇപ്പോൾ ഒരു റൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. അവരിപ്പോൾ സൈലത്തിനായിട്ടാണ് കൊളാബറേറ്റ് ചെയ്തിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അവർക്കിപ്പോൾ അവരുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഇതെന്താന്നുള്ളത് പറയാൻ പറ്റും? മീൻസ് ഗ്രോത്തിലാണോ, അവരും ഡിക്ലൈൻ ഫേസിലാണോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ലൊരു ഗ്രോത്ത് ഫേസിലാണുള്ളത്. കാരണം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വളരെ ഓർഗാനിക് ആയിട്ട് ഗ്രോ ചെയ്ത ഒരു സ്റ്റാർട്ടപ്പാണ്. ഇപ്പോൾ ബൈജൂസ് പോലെ അല്ല. ബൈജൂസിന്റെ ഇനീഷ്യൽ സ്റ്റേജസിനെ ഫിസിക്സ് വാലിയുടെ ഇനീഷ്യൽ സ്റ്റേജസ് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈജു രവീന്ദ്രൻ ആദ്യം ചെയ്തത് വലിയ ഓഡിറ്റോറിയത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് കാറ്റ് ക്ലാസ് എടുത്താണ് പുള്ളി തുടങ്ങിയത്. അതേ സംഭവം യൂട്യൂബിലോട്ട് അലക് പാണ്ഡെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒരു ലാർജ് ഓഡിയൻസിലോട്ട് പുള്ളി ഞാൻ അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ അലക് പാണ്ഡെന്റെ ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോഴാണ് എനിക്ക് അത് എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു അത്രക്കും ചീപ്പായിട്ടാണ് കൊടുക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ഇത്രത്തോളം സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് അവിടെ ഉണ്ടായതുകൊണ്ടാണ്. ആ ഓൺലൈൻ സ്കെയിലബിലിറ്റിയെ ബൈജൂസിനേക്കാളും വളരെ സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തിയ ആളാണ് അലക് പാണ്ഡെ. കാരണം ബൈജൂസ് ഷാറൂഖ് ഖാനിലും മറ്റാളുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ യൂട്യൂബിലാണ്. യൂട്യൂബ് ഈസ് ലിറ്ററലി സീറോ കോസ്റ്റ് പ്ലാറ്റ്ഫോം. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് ഒരു പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഷാറൂഖ് ഖാൻ നിങ്ങൾ എത്ര കോടി കൊടുക്കണം, അല്ലെങ്കിൽ മെറ്റയിൽ ആഡ് റൺ ചെയ്യണമെങ്കിൽ എത്ര കോടി കൊടുക്കണം. അവിടെ യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോമിന്റെ ഒരു ഓർഗാനിക്, ഗൂഗിൾ കഴിഞ്ഞാൽ വേൾഡിലെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് വേൾഡ് കപ്പിൽ പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ എത്ര കൊടുക്കണം, മെസ്സിയെ ബ്രാൻഡ് അംബാസിഡറായി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അവിടെ യൂട്യൂബ് എന്നുള്ള വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് സെർച്ച് എഞ്ചിനെ വളരെ സമർത്ഥമായിട്ട് പരീക്ഷാ സമയത്ത് മറ്റൊക്കെ ഉപയോഗിച്ചു. ആളുകൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് ഒരു ഫ്രീ ആയി കൊടുത്തു. അവരെ പിന്നെ ഒരു മാസത്തിന് ലോവർ സ്കെയിലിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ആര് ചെയ്യുന്നത്, അലക് പാണ്ഡെ ബേസിക്കലി ചെയ്തിട്ടുള്ള കാര്യം എന്നുള്ളത്. റൈറ്റ്. അപ്പോൾ അത് സക്സസ്ഫുൾ. ഇനി അതിന് വരുന്നൊരു ലിറ്റ്മസ് ടെസ്റ്റ് ഇവർ ഓഫ്ലൈനിലോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണ് ഇതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ടെസ്റ്റ് വരാൻ പോകുന്നത്, അത് എത്രത്തോളം ആവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഓഫ്ലൈനിലോട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ദർ വിൽ ലോട്ട് ഓഫ് കോസ്റ്റ്. ബൈജൂസിന് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഒരു ഓൺലൈനിൽ പഠിക്കുന്ന പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റി ഇപ്പോൾ ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട് ഫിസിക്സ് വാലിയുടെ. കാരണം ഓഫ്ലൈനിലോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫാക്കൽറ്റീസ് എത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റും, അവരെ ക്വാളിറ്റി സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രശ്നമാണ്. ഓഫ്ലൈനിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു അലക് പാണ്ഡെക്ക് 100,000 ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ 100 കുട്ടികളെ ഒരു ക്ലാസ്സിൽ ഇരിക്കുള്ളൂ. അങ്ങനത്തെ 1000 ക്ലാസ് വേണം 100,000 കുട്ടികളാവണമെന്നുണ്ടെങ്കിൽ. ഈ 1000 ക്ലാസ്സിൽ 1000 അലക് പാണ്ഡെമാരെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ ദെൻ ലെറ്റ്സ് സീ ആ ചാലഞ്ചസിനെ പുള്ളി എങ്ങനെ അതിജീവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ കുറെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ടോപ്പറായിട്ട് പാസ്സായല്ലോ. അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ ഒരു സ്റ്റുഡൻറ്റിന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സാവണമെങ്കിൽ ഏറ്റവും വേണ്ട ഒരു സ്കിൽ എന്താണ്? കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ഇൻ വൺ ഡേ. ഓക്കെ, ചിലപ്പോൾ SSLCക്ക് തലേ ദിവസം പഠിച്ച് നമുക്ക് A+ കിട്ടും. ഇവിടെ നമുക്ക് ഒരിക്കലും അങ്ങനെ കിട്ടൂല. ഇവിടെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് അപ്പോൾ ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജസ്റ്റ് ഷോ അപ്പ്. ലൈക്ക് ദർ ബി ഗുഡ് ഡേയ്സ്, ദർ ബി ബാഡ് ഡേയ്സ്, ബട്ട് ഷോ അപ്പ് എവറി ഡേ. അതാണ് എനിക്ക് സ്റ്റുഡൻസിനോട് പറയാനുള്ള അഡ്വൈസ് എന്നുള്ളത്. പിന്നെ വേറെ ഒരു പാഷന് കരിയർ ആക്കാൻ പറ്റുമോ? പാഷൻ നമുക്ക് എപ്പോഴും കരിയർ ആക്കാൻ പറ്റിക്കോളുന്നില്ല. ഇപ്പോൾ പാഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ഡിഫൈൻ ചെയ്യാറുള്ളത്, ഇപ്പോൾ നിങ്ങൾ രാത്രി 12 മണിക്ക് ഉറങ്ങുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ വന്ന് ഞാൻ വിളിച്ചോണത്തെ ഞങ്ങൾക്ക് ദേഷ്യം വരും. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരു കുട്ടീനോട് വിളിച്ച് നമ്മൾ പറയുകയാണ് നമുക്കിപ്പോൾ ഒരു ഡ്രൈവിന് പോവാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നല്ലൊരു ഫുഡ് കഴിക്കാൻ പോകാന്ന് പറഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ റെഡി ആയിരിക്കും. ബിക്കോസ് ദേ ആർ പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ രാത്രി 12 മണിക്ക് നമ്മളെ ഉണർത്തുന്ന ഒരു സംഭവമാണ് പാഷൻ എന്നുള്ളത്. പക്ഷെ ഫുഡ് കഴിക്കുക എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും കരിയർ ആക്കാൻ പറ്റില്ല. അത് പാഷനാണെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ പാട്ട് പാടുക എന്നുള്ളത് കരിയർ ആക്കാൻ പറ്റില്ല. ഞാൻ നന്നായി എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഫുട്ബോൾ കളിക്കാൻ എനിക്ക് കരിയർ ആക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഫുട്ബോൾ കളിക്കാൻ അറിയില്ല. ഐ മീൻ എനിക്ക് ആ ലെവലിലൊരു സ്കിൽ സെറ്റ് എനിക്കില്ല. അപ്പോൾ നമ്മുടെ സ്കില്ല് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ സ്കില്ല് കൂടി കൂടുമ്പോഴാണ് റൈറ്റ് കരിയർ എന്ത് ചെയ്യുക
തീർച്ചയായിട്ടും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് സ്കില്ലുണ്ട് എന്ന് കണ്ടെത്തുക എന്നുള്ളത് പ്രധാനമാണ്. പാഷൻ ഈസ് ലൈക്ക് വെരി സീസണൽ തിങ്. പലപ്പോഴും ഇപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളോട് വെച്ചാൽ എല്ലാവർക്കും ഫുട്ബോളർ ആവണമെന്നായിരിക്കും ആഗ്രഹം. കുറച്ച് കഴിഞ്ഞാൽ മാറും. പക്ഷേ സ്കിൽ എന്നുള്ളത് നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഗ്രോ ചെയ്തെടുക്കേണ്ട ഒരു സംഭവമാണ്, റൈറ്റ്? അപ്പോൾ അവിടെ സ്കിൽ എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണ്. പ്രൊഫഷൻ എന്നുള്ളത് കൂടി വളരെ പ്രധാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പാഷൻ മാത്രമല്ല. പിന്നെ നമ്മൾ ടൈം ഏകദേശം കഴിയാനായി. XNY ലേണിങ്ങിൻ്റെ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്താണ് ഗ്രോത്തിനുള്ളത്? അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ട് തന്നെയാണോ ഇനി XNY ഗ്രോ ചെയ്യാൻ പോകുന്നത്? ഓർഗാനിക് മീൻസ് ദർ ഇസ് എ സർട്ടൻ സീലിംഗ് ദാറ്റ് വി ഹാവ് ടു ബ്രേക്ക്. ഓക്കെ, ഓർഗാനിക്കിലൂടെ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാവുന്ന നമ്മുടെ നെക്സ്റ്റ് ഓഡിയൻസ് മറ്റാളുകളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അടുത്തൊരു ലെവലിൽ നമ്മളിപ്പോൾ മെല്ലെ മെല്ലെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെയും മറ്റൊക്കെ നമ്മൾ പുഷ് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുക. നൗ അറ്റ് എ നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഗുഡ് നെയിം XNY നേടിയിട്ടുണ്ട് നമ്മളൊരു കേരളത്തിലെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. അതിനൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്യണം. അതിലൂടെ നമുക്ക് ഒന്നുകൂടി നല്ലൊരു ഗ്രോത്ത് സാധ്യമാവും. പിന്നെ കുറച്ചുകൂടി ഏരിയാസ്, കുറച്ച് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ ഏരിയാസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വി ഹാവ് ദ തിങ്സ് റെഡി. കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാവുന്ന ഒരു മോഡൽ. അതേപോലെ തന്നെ നമ്മൾ 10th കഴിഞ്ഞ സ്റ്റുഡൻസിന് ഇപ്പോൾ JEE പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലക്ക്. അപ്പോൾ ഇതൊക്കെയാണ് XNYയുടെ ഒരു പുതിയ പ്ലാനുകൾ എന്നുള്ളത്. അതോടൊപ്പം ഒരു മോഡേൺ ടെക്നോളജി, കോഡിങ്, AI പോലത്തെ സംഭവങ്ങളോട്ട് കുട്ടികളെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബൂട്ട് ക്യാമ്പ്സ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. സോ ഹോപ്പിംഗ് ഫോർ ഗുഡ് ആൻഡ് ദ ബെസ്റ്റ്. ഇപ്പം നമ്മളിത് ഈ പോഡ്കാസ്റ്റ് കാണൽ അധികം ആൻട്രപ്രണേഴ്സാണ്. അപ്പോൾ നിങ്ങളൊരു ഓൾറെഡി സ്റ്റാർട്ടപ്പ് ആൻട്രപ്രണർ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടാവും? നിങ്ങൾ സ്റ്റാർട്ടപ്പ് ഇപ്പോൾ ഇത്രയും കാലമായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ലീൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഡോണ്ട് ബേൺ മണി. അറ്റ് റൈറ്റ് ടൈം നിങ്ങളുടെ ഒരു ഓപ്പറേഷണൽ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാവുന്ന റൈറ്റ് ബിസിനസ് മോഡൽ ഉണ്ടാവുന്ന സമയത്ത് ഗ്രോത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മണി ഇൻഫ്യൂസ് ചെയ്യേണ്ടത്. ഇതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലെസൺ എന്നുള്ളത്. ബൈജൂസ് നമുക്ക് പഠിക്കാനുള്ള വലിയ ലെസൺ. അതോടൊപ്പം നമ്മൾ ഫെയിൽ ആവാനും സാധ്യത ഉണ്ട്. റൈറ്റ്, ഇറ്റ്സ് എ സ്റ്റാർട്ടപ്പ്. നമ്മൾ എപ്പോഴും ടെസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം, പിവോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. റൈറ്റ്, ദാറ്റ്സ് അഡ്വൈസ് ദാറ്റ് ഐ ടേക്ക്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, ഞാൻ കറക്റ്റായിട്ട് അത് തന്നെയാണ് അധികം പേരോട് പറയാം. നിങ്ങൾ ഈ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ മിനിമം വയബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുക. അതായത് നിങ്ങളെ പ്രൊഡക്റ്റ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ സർവീസ് യൂസ് ചെയ്യുന്നുണ്ടോ, വൺസ് അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ പോഡ്കാസ്റ്റ് കണ്ടവർക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡും അല്ലെങ്കിൽ IIT റിലേറ്റഡും പിന്നെ എൻ്റർപ്രണർഷിപ്പ് റിലേറ്റഡും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. Thank you for coming to this podcast, Ajmal. It was a great pleasure meeting you.